ഈ ഒരു ബോട്ടിൽ കിട്ടിയപ്പോൾ അതിലൊരു പെയിൻറ്റിങ് ആകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാവൻഡർ കളർ പെയിൻ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാനൊരു ഫ്ലവറാണ് കേട്ടോ വരയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പെയിൻറ്റ് ബ്രഷ് ഒരു പ്രാവശ്യം പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഇത്രയും പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ പെയിൻറ്റ് ബ്രഷ് ഇതുപോലെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ഇടയിലൂടെ പെറ്റൽസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന അതേ രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത്തിരി ഡിസൈൻ മാറിപ്പോയാലും കുഴപ്പമില്ല. ഭയങ്കര നീറ്റായിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. കുറച്ച് മെസ്സി ആയിട്ടുള്ളൊരു ടൈപ്പ് ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ കുപ്പിയുടെ പല പല ഭാഗങ്ങളിലായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഏത് തരം കുപ്പിയിലാണെന്നുണ്ടെങ്കിലും ഇത് ഭംഗിയായിരിക്കും കേട്ടോ. ഇത് പെയിൻറ്റ് വൈറ്റ് അല്ല, ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ മാത്രമല്ല കേട്ടോ, ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വരാനുണ്ട്. ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലൊരു ഡോട്ട് ഇട്ടില്ലേ, ആ ഡോട്ട് നമുക്ക് യെല്ലോ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഫ്ലവറിനൊരു നല്ലൊരു ഭംഗി വന്നു കേട്ടോ, ഈ യെല്ലോ കളറും കൂടെ വന്നപ്പോൾ. അങ്ങനെ എല്ലാ ഫ്ലവറിലും ഞാൻ ഇങ്ങനെ യെല്ലോ കളർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെയ്തിട്ട് പെയിൻറ്റിങ് നിർത്തുന്നൊന്നുമില്ല കേട്ടോ, കുറച്ചുകൂടി പണികളുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിർത്താം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാമല്ലോ. ഇനി ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇതേപോലെ ഞാൻ ജൂട്ടിൻ്റെ ത്രെഡ് ഇങ്ങനെ നല്ലപോലെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചുറ്റി കൊടുത്താൽ മതി. ഒന്നെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ ഏതെങ്കിലും യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ ചുറ്റി കൊടുത്തത്. പൂക്കൾ മാത്രമായപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ ഈ പേസ്റ്റൽ ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലീഫും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഫ്ലവറിനും ഓരോ ലീഫ് വെച്ചിട്ടാട്ടോ വരച്ചു കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ എങ്ങനെയുണ്ട് കാണാൻ? മുമ്പത്തേനേക്കാളും നന്നായോ അതോ മോശമായോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. താങ്ക്